ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗായിട്ടാട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാണ്, വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ചെറിയൊരു കുഞ്ഞ് സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ കുട്ടികളുടെ ബർത്ത്ഡേ വലിയ ആഘോഷമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ മക്കളായിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തു, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മാക്ക് ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നത് കാരണം വലിയ സെലിബ്രേഷനൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അനിയത്തികളും അങ്ങനെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ സിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊന്ന് പുറത്ത് പോയിട്ട് വരാൻ ലേറ്റ് ആകും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കൊടുന്ന വളരെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോക്സ് ഓപ്പൺ ചെയ്ത് കേക്കൊക്കെ പുറത്തോട്ട് വെക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേരും കേക്ക് കണ്ടപ്പോൾ കട്ട് ചെയ്യുക പറഞ്ഞിട്ട് കരയാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് ഫോണൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെയറൊക്കെ കൊടുത്തിട്ടിട്ട് വേണം രണ്ടാളെ ഒപ്പം നിർത്തിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്തുള്ളൊരു ബേക്കറിയിലാട്ടോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ വീട്ടിലേക്ക് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞാനും മക്കളൊക്കെ പാടെ ഊതിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മെഴുകുതിരി കട്ട് ചെയ്ത വളരെ മെൽറ്റായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മോൾക്ക് ഇപ്പോൾ തന്നെ കട്ട് ചെയ്യണം പറഞ്ഞിട്ട് കരയട്ടോ. അപ്പോൾ കത്തിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അവളെ നിർത്താൻ പറ്റാഞ്ഞിട്ട് ഞാൻ പോയി ചെയറൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് രണ്ടാളെയും കൈയൊക്കെ പിടിച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. മോളുടെ ബർത്ത്ഡേ മാർച്ച് 18 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, രണ്ടാളും ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ രണ്ടാളും കേക്ക് കട്ട് ചെയ്യണ ത്രില്ലിലാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് രണ്ടുപേർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മോൻ എൻ്റെ വായിലും വെച്ച് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഒരു പീസും കൂടി കട്ട് ചെയ്തിട്ട് മോളുടെ വായിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത ശേഷം പിന്നെ ഞാൻ നേരെ കേക്ക് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ടു. പിന്നെ കേക്ക് കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ നേരെ കേക്ക് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി വെച്ചു. പിന്നെ അവർ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡൊക്കെ കുട്ടികൾക്ക് പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കാൻ ടൈം കിട്ടില്ല എന്ന് വെച്ചിട്ട് കുട്ടികൾ കാര്യമൊക്കെ ചെയ്താൽ പിന്നെ കറക്റ്റ് ടൈമിലൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പെങ്ങൾ വന്നിട്ടില്ല, ആൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ച് കുട്ടികൾക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക്. അപ്പോൾ ഓൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവരെ കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ തന്നെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മോളെ ഒന്ന് കൊണ്ടുപോയി ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഉറക്കിയൊരു 3 മണിയൊക്കെ കഴിഞ്ഞ ശേഷം ഇക്കാൻ്റെ പെങ്ങളും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ പെങ്ങളുടെ 2ാമത്തെ കുട്ടിയാട്ടോ. അപ്പോൾ അതിന് മോള് കളിപ്പിക്കുകയാണ്. ഒരു ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മോള് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മോള് കുട്ടീനെ കണ്ടപ്പോൾ പിന്നെ അവളെ കളിപ്പിച്ചിട്ട് അവളങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം അവർ പിന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ചായയുടി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു
കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.